കമറുദ്ദീൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി, പി കുഞ്ഞാലിക്കുട്ടി, ചെമ്മല സർ, റസാഖാജി, ബഷീർ, കമ്മു, കുട്ടി മാസ്റ്റർ, വേദി നിറയെ നേതാക്കളുണ്ട്. ഇവിടെ നോക്കിയാലും സമൃദ്ധമാണ്, അവിടെ നോക്കിയാലും ഒരു വൈകല്യവും കുറവുമില്ലാത്ത മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാണ്. LDF 100 വൈകല്യങ്ങളുമായിട്ട് നിൽക്കുന്ന മുന്നണിയാണ്. ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോ അക്ഷരം പ്രതി അത്ഭുതപ്പെടാണ്. കാരണം തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പല പരിപാടികളിലും പോകുന്ന വഴിക്ക് ഇവിടെയും വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ സർവശക്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാം, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയാഹ്ലാദ യോഗമാണോ? തീർച്ചയായും സർവശക്തന്റെ കയ്യിലാണ് നമ്മുടെ വിജയം. അങ്ങനെ തന്നെ ആകും, അങ്ങനെ തന്നെ ആകാനുള്ള പ്രാർത്ഥനയോടെയും പ്രവർത്തനത്തോടെയുമാണ് നിങ്ങളൊക്കെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഐക്യമുന്നണിക്ക് അനുകൂലമായിട്ട് കേരളം ത്രസിക്കുകയാണ്. കേരള ജനത ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. LDFന് എന്തിന്റെ പേരിൽ വോട്ട് ചെയ്യണം? എന്താണ് LDFന് ജനങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള സംഗതി? ഈ കാര്യമെല്ലാം ജനങ്ങൾക്ക് ഇന്ന് സുതരാം സുവ്യക്തമായി കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പല ജില്ലകളിലും പോയിരുന്നു. ഇന്നലെ കാസർഗോഡ്, കണ്ണൂർ, അതിനു മുമ്പ് ആലപ്പുഴ, എറണാകുളം. എവിടെ പോയാലും കാണാൻ സാധിക്കുന്നത് UDFന് അനുകൂലമായ ജനതരംഗമാണ്. തിരുവനന്തപുരത്ത് പടുതിരി കത്തുന്ന ഒരു സർക്കാരുണ്ട്. അതിനെ ഊതിക്കെടുത്താൻ കേരളത്തിലെ ജനത ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFന്റെ വിജയത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് അവരെ തെരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കണം. അതാണ് ആലുങ്ങലിൽ ഈ അങ്ങാടിക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം, വീർപ്പ് കൂട്ടുന്ന വിധം ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനസാമാന്യത്തിലെ ഓരോ സഹോദരനോടും എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്റെ ഗവൺമെന്റിനെ കുറിച്ചുള്ള വിധിയെഴുത്താകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ ആത്മവിശ്വാസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു വിധിയെഴുത്താവൂന്ന് പറഞ്ഞു ഗവൺമെന്റിനെ കുറിച്ച്. മുഖ്യമന്ത്രിയുടെ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങൾ വിധിയെഴുതി. വിധിയുടെ ഫലം വന്ന് നോക്കുമ്പോ 20ൽ 16 സീറ്റിലും UDF ഗംഭീരമായ വിജയം കരസ്ഥമാക്കിയ യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പറയുന്നു ഇതെന്റെ ഗവൺമെന്റിനെ കുറിച്ചുള്ള വിധിയെഴുത്താകും എന്ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം കേരളം പ്രതീക്ഷിക്കുന്നേയില്ല. കേരള ജനത ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ്. എന്താണ് ഈ ഗവൺമെന്റ് കൊടുത്തത്? 4 കൊല്ലത്തെ ഇടത് സർക്കാരിന്റെ ഭരണത്തിന്റെ ബാക്കി പത്രം എന്താണ്? അത് പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതിന്റെ ഒന്നാന്തരം സാമ്പിൾ ആലുങ്ങ് നോക്കിയാൽ കാണാം. MLA LDF, ജില്ലാ പഞ്ചായത്തിലെ LDF, ബ്ലോക്കിലെ LDF, ഗ്രാമപഞ്ചായത്തിലും LDF. എന്നിട്ട് ഈ പ്രദേശങ്ങളിൽ ഇവരെന്ത് ചെയ്തു? എന്താണ് ഇവരുടെ ഭരണത്തിന്റെ ഇവർ പ്രതിനിധികളായി ജയിച്ചു പോയ സ്ഥലങ്ങളോട് ഇവരെന്താണ് നൽകിയിട്ടുള്ളത്? അവർ എന്താ കൊടുത്തത്? കേരളത്തിൽ തിരിഞ്ഞു നോക്കിയ 4 കൊല്ലത്തെ ഭരണത്തിൽ എടുത്തു പറയാവുന്ന ഒരു നേട്ടമില്ല. കളഞ്ഞു കുളിച്ചതിന്റെ ധാരാളം കഥകളുണ്ട്. ഏറ്റവും പുതിയത് സ്മാർട്ട് സിറ്റിയാണ്. നശിപ്പിച്ചു. കേരളത്തിന് അവകാശപ്പെട്ട ഒരു പദ്ധതി UDF കൊണ്ടുവന്ന ഒന്നാന്തരം ഒരു സ്കീം, അത് നശിപ്പിച്ചവരാണ് ഈ LDFന്റെ സർക്കാർ. അവർക്ക് ഭരിക്കാനറിയില്ല. സ്മാർട്ട് സിറ്റി നഷ്ടപ്പെടുത്തിയത് കേവലം ഒരു പദ്ധതി നഷ്ടപ്പെടുത്തിയത് മാത്രമല്ല, ഈ നാടിന്റെ വികസനത്തിന്റെ മന്ത്രമാണ് അവർ കളഞ്ഞു കുളിച്ചത്. വോട്ട് ചോദിക്കാൻ വരുന്നതിന് മുമ്പ് സ്മാർട്ട് സിറ്റി നഷ്ടപ്പെടുത്തിയതിന് കേരളത്തിലെ ചെറുപ്പക്കാരോട് മാപ്പ് പറയാൻ LDF തയ്യാറാകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.
കാരണം കേരളത്തിലെ യുവാക്കളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി. ബാംഗ്ലൂരിന്റെ ഇടം കൊച്ചി നേടുമായിരുന്നു. ലോക IT ഭൂപടത്തിൽ കേരളം സ്ഥാനം നേടുമായിരുന്നു. അതിലൊന്നും താല്പര്യമുണ്ടോ ഇടതുമുന്നണിക്ക്? ഇടതുമുന്നണിയുടെ ഭരണത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 4.5 കൊല്ലം ഭരിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജ് എന്ന് ചോദിക്കുന്നില്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് ചോദിക്കുന്നില്ല, ഒരു LP സ്കൂൾ കൊണ്ടുവന്ന പാരമ്പര്യം ഈ ഗവൺമെന്റിനുണ്ടോ? എന്താണ് ആലുങ്ങൽ കിട്ടിയത്? എന്താണ് തൃപ്രങ്കോട് പഞ്ചായത്തിൽ വന്നത്? UDFന്റെ ഭരണകാലത്ത് വന്നത് ഇഷ്ടം പോലെ ഉണ്ട്. കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജ്, പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മുടെ പ്രദേശങ്ങളിൽ മുമ്പ് വന്ന സ്ഥാപനങ്ങൾ ധാരാളം. തിരൂര് പോളി ആയാലും, ഫറൂഖ് കോളേജ് ആയാലും, മമ്പാട് കോളേജ് ആയാലും, തളിപ്പറമ്പ് കോളേജ് ആയാലും, തിരൂര് ഗവൺമെന്റ് കോളേജ് ആയാലും, കാലിക്കറ്റ് സർവകലാശാല ആയാലും, കാലടി സർവകലാശാല ആയാലും, കൊച്ചി സാങ്കേതിക സർവകലാശാല ആയാലും കേരളത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് കൊണ്ടുപോയത് UDF ആണ്. ഇവർക്ക് അതിന് താല്പര്യമില്ല. മാത്രമല്ല, കഴിഞ്ഞ 4-5 കൊല്ലം വിദ്യാഭ്യാസം കുളം തോണ്ടി പാഠപുസ്തകം പാർട്ടി നോട്ടീസാക്കിയ ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. പാഠപുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് CPMന് അണികളെ കിട്ടാത്ത കാലമാണ്. അങ്ങനെ അണികളെ കിട്ടാതെ വന്നപ്പോ സ്കൂളിലെ പാഠപുസ്തകത്തിലൂടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ പറ്റുമോ നോക്കി. അങ്ങനെ ഒരു പദ്ധതി മുമ്പ് ഹിറ്റ്ലർ നടപ്പിലാക്കിയിരുന്നു. ജർമ്മനിയിൽ തന്റെ പാർട്ടിയിലേക്ക് ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ സിലബസിലൂടെ ചെറുപ്പക്കാരെ സ്വാധീനിച്ച് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് അവരെ മാറ്റിയെടുക്കാൻ തന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഹിറ്റ്ലർ ശ്രമിച്ചു. അതിന് ഹിറ്റ്ലർ പേരിട്ടിരുന്നു കാച്ച് ദ യങ്, കുട്ടികളെ പിടിക്കുക എന്നുള്ള സിദ്ധാന്തം. കേരളത്തിൽ അതാണ് കൊണ്ടുവന്നത്. അതിന്റെ ഫലമായി സിലബസിൽ പലതും കൂട്ടിച്ചേർത്തു. വരൾച്ചയും വെള്ളപ്പൊക്കവും വന്നാൽ ഏത് മതസമുദായത്തിൽപ്പെട്ടവരെയാണ് കൂടുതൽ ബാധിക്കുക? ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലെ ഭാഗമാണ്. മതത്തെ പരിഹസിക്കുക. വരൾച്ചയും വെള്ളപ്പൊക്കവും വന്നാൽ ഏത് മതത്തിൽപ്പെട്ടവരെയാണ് കൂടുതൽ ബാധിക്കുക? ഈ മാതിരി അർത്ഥശൂന്യമായ കാര്യങ്ങൾ എന്ന മാതിരി മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗങ്ങൾ ഇവർ അധികാരത്തിൽ വന്നപ്പോ ഈ രീതിയിലുള്ള ഒരു അധപ്പതനമാണ് കേരളത്തിൽ ഇവരുണ്ടാക്കിയത്. CPMന്റെ പാർട്ടി നോട്ടീസ് പോലെ പാഠപുസ്തകം എഴുതിക്കൂട്ടിയ ആളുകൾ ഈ കഴിഞ്ഞ ദിവസവും അറബി അധ്യാപകന്മാരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വലിയ മാർച്ച് നടത്തി. അറബി ഭാഷയെ സംസ്കൃത ഭാഷ, ഉറുദു ഭാഷ അതിന് കെട്ടുകെട്ടിക്കാൻ നോക്കുകയാണ്. മുമ്പും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമാകെ കുത്തഴിഞ്ഞു, വ്യവസായ രംഗം ആകെ നശിച്ചു, സ്മാർട്ട് സിറ്റി ഇല്ലാതാക്കി. ആരോഗ്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? പനി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലത്തിൽ 600 ചില്ലാനം ആളുകൾ ചിക്കൻ ഗുനിയെ പിടിച്ച് മരിക്കുന്ന ഒരവസ്ഥ രാജ്യത്തുണ്ടായപ്പോ ഇവർക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞോ? മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇവർ നല്ലോണം നാട്ടിൽ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, മദ്യം. മരുന്ന് വിളമ്പാൻ കഴിയാത്തവൻ മദ്യം വിളമ്പുന്ന ഒരവസ്ഥാവിശേഷം ഈ കേരളക്കരയിലുണ്ടായി. കള്ളുഷാപ്പിന് ലൈസൻസ് കൊടുക്കാൻ യാതൊരു മടിയില്ല. പുതിയ പുതിയ ബാറുകൾ, ഒന്നാന്തരം ബാറുകളാണ് വരിക. ബാർ എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കെട്ടിടങ്ങൾ. മലപ്പുറത്തൊരു വലിയ ബാർ കൊണ്ടുവന്നു. എന്താണ് ആ ബാറിന്റെ പേര്? ഏറനാട് എന്നാണ്. ഏറനാട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനം ഉണ്ടാവും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരന്റെ ബയനറ്റിന്റെ മുമ്പിൽ വിരിമാറ് കാട്ടിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജന്മം നൽകിയ നാടാണ് ഏറനാട്. ആ ഏറനാടിന്റെ പേര് മദ്യഷാപ്പിന് നൽകിയിട്ട് മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ ഒരു കഠാരി കുത്തിയിറക്കിയ പോലെ അവിടെ ഒരു ബാർ കൊണ്ടുവന്ന് സ്ഥാപിച്ച LDF അത് സമരം ചെയ്ത് കുട്ടികൾ പ്രതിഷേധിച്ചപ്പോ യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികളുടെ പ്രതിഷേധത്തിന്റെ മുമ്പിൽ ഷാപ്പ് പിൻവലിക്കാൻ LDF നിർബന്ധിതമായി. ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. പുത്തനത്താണിയിൽ വേറെ ബാറ്. ഇതൊക്കെയാണ് LDFന്റെ ഭരണ നേട്ടം. LDFന് നാട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല.